എന്നിട്ടും ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇങ്ങനെ തന്നെ പറയണം നിങ്ങൾ. ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങളെയും ജനങ്ങളെയും കൊള്ളയടിക്കാണ്, ഒരുപോലെ കൊള്ളയടിക്കാണ്. ഇയാള് നമ്മുടെ ഈ തെണ്ടി വിജയൻ കേറുമ്പോ ഇതുപോലെ തന്നെ പറയണം കേട്ടോ നിങ്ങൾ ചാനലിൽ, അല്ലാതെ കട്ട് ചെയ്ത് ആ കാര്യം ഞാൻ എത്തി. ഈ തെണ്ടി വിജയം കയറുമ്പോ 10 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ 10 രൂപ ടിക്കറ്റിന് 50 രൂപ ടിക്കറ്റിന് 10 രൂപ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മനസ്സിലായി? 10 വർഷത്തിന് ശേഷം ഇപ്പൊ കിട്ടുന്ന 6 രൂപയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മനസ്സിലായി? 10 വർഷം മുമ്പ് 6 രൂപ ഒരു ചായ കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു ചായ കിട്ടണമെങ്കിൽ മിനിമം 12 രൂപ കൊടുക്കണം. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ 4 രൂപ വെട്ടിക്കുറച്ചിരിക്കുക. അതുപോലെ ഈ പ്രൈസ് അടിച്ചാക്കിട്ടത് ഞങ്ങളുടെ DC പ്രൈസ് അടിച്ചാൽ ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ ഉണ്ട്. അത് 12% അതായത് 5000 രൂപ അടിച്ചാൽ 600 കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുന്ന എത്രയാണെന്ന് പറയും? 450. LDF വരും, എല്ലാം ശരിയാകും. ഇങ്ങോട്ട് വന്നേ നീ എന്നെ കണ്ടറാ? അല്ല നമ്മള് കൂറാച്ചുണ്ടില് നീ എന്നെ കണ്ടറാ? നീ അല്ല എന്നിട്ടും ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇങ്ങനെ തന്നെ പറയണം നിങ്ങൾ. ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങളെയും ജനങ്ങളെയും കൊള്ളയടിക്കാണ്, ഒരുപോലെ കൊള്ളയടിക്കാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അപ്പൊ തീവട്ടിക്കുള്ളിലാണ് ഇവര് കാണിക്കുക. അതുപോലെ തന്നെ ഇയാൾ രണ്ടാമത് കയറുമ്പോ മെമ്പറിൽ ഞങ്ങൾക്ക് DC 12% ആക്കിയിരുന്നത്. 2 പ്രാവശ്യം കഴിഞ്ഞപ്പോ അത് 10% ആക്കി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അത് ഭരണം കിട്ടിയല്ലോ, പിന്നെ കൊള്ളയടിക്കാമല്ലോ. എന്നിട്ട് എല്ലാം അമേരിക്കയെ കൊണ്ട് നിക്ഷേപിക്കണ്ടേ? 6 മാസം കൂടുമ്പോ ക്യാൻസറിന് ചികിത്സിക്കാണെന്നും പറഞ്ഞോണ്ട് പോണല്ലോ. അപ്പൊ അതിനൊരു തീരുമാനമായി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?